നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയേക്കും. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അജിത്തിനെ മാറ്റും എന്നാണ് വിവരം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിനപ്പുറം സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ അജിത്തിനെതിരെ സർക്കാർ സ്വീകരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സെയ്ഫ് സൈൻലാബ്ദീൻ വീണ്ടും ചേരുന്നു. സെയ്ഫ്, CPIയുടെ സമ്മർദ്ദമാണോ ഇതിന് പിന്നിൽ? അതെ, CPI കടുത്ത സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേലും CPM-ന് മുന്നിലേക്കും വെക്കുന്നുണ്ട്. സംഘപരിവാർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു ആളെ, അതായത് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് തുടരാൻ വേണ്ടി സമ്മതിക്കരുത് എന്ന കടുത്ത നിലപാട് CPI സ്വീകരിക്കുന്നുണ്ട്. അത് CPM നേതൃത്വത്തെ കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇടതുമുന്നണിയുടെ ഒരു സംഘപരിവാർ വിരുദ്ധ നിലപാടുണ്ട്. ആ നിലപാടിന് വിരുദ്ധമായിട്ടാണ് ഈ കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത്. അങ്ങനെ സംഘപരിവാർ വിരുദ്ധ നിലപാട് പരസ്യമായി പറയുമ്പോൾ സംഘപരിവാറിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് അത് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട രാഷ്ട്രീയ തീരുമാനം കൂടി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന CPIയുടെ മാറ്റമില്ലാത്ത നിലപാട് അത് CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന 4-ാം തീയതിക്ക് മുന്നോടിയായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് ഒരു സാങ്കേതികമായിട്ട് അത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തെ വേണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇനി അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കുന്ന തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു തരത്തിൽ അജിത് കുമാറിനെ രക്ഷിക്കുന്നതിന് തുല്യമാണ്. സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ചില പ്രശ്നങ്ങൾ, ഏതാണ്ട് 10ഓളം പരാതികൾ അൻവറിനെതിരെ അജിത്തിനെതിരെ PV അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ പരാതികൾ വിശദമായ പരിശോധന വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ആ റിപ്പോർട്ടെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ്. ഇന്ന് രാത്രിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് എത്തിച്ചേരും. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയോ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തും. എന്തായാലും അധികം വൈകാതെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.